എല്ലാവർക്കും നമസ്കാരം. ഇന്ത്യൻ റിസർവ് ബറ്റാലിയൻ IRBയിലേക്ക് ഒരു നോട്ടിഫിക്കേഷൻ ഇതാ റിലീസായിരിക്കുകയാണ്. ഇന്ന് മുതലാണ് നിങ്ങൾക്ക് ഇതിൻ്റെ അപേക്ഷ അയക്കാൻ പറ്റുന്നത്. സ്റ്റാർട്ടായിട്ടുണ്ട്. മിനിമം 10ാം ക്ലാസ് യോഗ്യത വെച്ച് നിങ്ങൾക്ക് IRBയിൽ ഒരുപാട് പോസ്റ്റുകൾ വന്നിട്ടുണ്ട്. കോൺസ്റ്റബിൾ, ബാൻഡ്, ബഗ്ലർ, പിന്നെ കോൺസ്റ്റബിൾ, സിവിൽ പോലീസ്, ഫയർമാൻ, സ്പെഷ്യൽ ടൈഗർ ഗാർഡ് അണ്ടർ STPF തുടങ്ങിയ പോസ്റ്റുകൾ, ഒരുപാട് പോസ്റ്റുകൾ വന്നിട്ടുണ്ട്. നമുക്ക് എന്തായാലും ഇതിൻ്റെ ഡീറ്റെയിൽസ് നോക്കാം. ആദ്യമേ ശ്രദ്ധിക്കുക, ഇത് ഗവൺമെൻറ് ഓഫ് അരുണാചൽ പ്രദേശിൻ്റെ അണ്ടറിൽ വരുന്ന നോട്ടിഫിക്കേഷനാണ്. പക്ഷേ ഓൾ ഇന്ത്യ നോട്ടിഫിക്കേഷൻ ആയതുകൊണ്ട് കേരളക്കാർക്കും അപേക്ഷ അയക്കാൻ പറ്റും. അപ്പോൾ നോട്ടിഫിക്കേഷനും ഇതിൻ്റെ അപേക്ഷയും തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ കാണാം ഇമ്പോർട്ടൻറ്റ് നോട്ടീസിൽ ഓപ്പണിംഗ് ഡേറ്റ് ഓഫ് ആപ്ലിക്കേഷൻ 23/3/2026, മാർച്ച് മാസം 23 മുതൽ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാം. ലാസ്റ്റ് ഡേറ്റ് 10ാം തീയതി, ഏപ്രിൽ മാസം 10ാം തീയതി 3 മണി, വൈകുന്നേരം 3 മണിക്ക് മുന്നേ നിങ്ങൾ ആപ്ലിക്കേഷൻ കൊടുക്കണം. അപ്പോൾ ഏപ്രിൽ 10 ലാസ്റ്റ് ഡേറ്റ്. അധികം സമയം കിട്ടുന്നില്ല. അപ്പോൾ പെട്ടെന്ന് തന്നെ നിങ്ങൾ അപേക്ഷ അയക്കുക. താല്പര്യമുള്ളവർക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാൻ പറ്റും. ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. ആപ്ലിക്കേഷൻ കൊടുക്കാനുള്ള ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് ആദ്യം എക്സാമാണ്. മെയ് 10 എക്സാം കണ്ടക്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ടെൻറ്ററ്റീവാണ്, ചിലപ്പോൾ മാറാനും ചാൻസ് ഉണ്ട്. പിന്നെ ഫിസിക്കൽ ടെസ്റ്റും ഫിസിക്കൽ സ്റ്റാൻഡേർഡും ട്രേഡ് ടെസ്റ്റൊക്കെ വരുന്നത് 25, ഈ 3 ഇവൻറ്റും 25ാം തീയതി, മെയ് 25. അപ്പോൾ പരീക്ഷ മെയ് 10 ഫിസിക്കലും മറ്റു കാര്യങ്ങളും മെയ് 25 കണ്ടക്ട് ചെയ്യും. അപ്പോൾ പെട്ടെന്ന് തന്നെ ഇതിൻ്റെ സെലക്ഷൻ ക്രൈറ്റീരിയ എൻഡ് ആവും. അപ്പോൾ ഓരോ പോസ്റ്റുകൾ കാണാം. കോൺസ്റ്റബിൾ ബാൻഡ് IRB, കോൺസ്റ്റബിൾ ബഗ്ലർ, പിന്നെ കോൺസ്റ്റബിൾ സിവിൽ പോലീസ്, മെയിൽസിനും ഫീമെയിൽസിനും ഉണ്ട്. ഫയർമാൻ, സ്പെഷ്യൽ ടൈഗർ ഗാർഡ് അണ്ടർ STPF തുടങ്ങിയ പോസ്റ്റുകളാണ്. ടോട്ടൽ വേക്കൻസി 984 വേക്കൻസിയാണ്. ഓരോ പോസ്റ്റിൻ്റെ വേക്കൻസി നോക്കുകയാണെങ്കിൽ കോൺസ്റ്റബിൾ ബാൻഡ് 44, ബഗ്ലർ 2 വേക്കൻസി, കോൺസ്റ്റബിൾ IRBയിലേക്ക് 236, 170 വേക്കൻസി ഫീമെയിൽസിന് വന്നിട്ടുണ്ട്. കോൺസ്റ്റബിൾ സിവിൽ പോലീസ്, മെയിൽസിന് 216, ഫയർമാനിലേക്ക് 73, സ്പെഷ്യൽ ടൈഗർ ഗാർഡ് 243 വേക്കൻസി. അങ്ങനെ ടോട്ടൽ 984 വേക്കൻസിയാണ്. ഈ ഒരു വേക്കൻസി കൂടാനും ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു വെബ്സൈറ്റ് വഴിയാണ് ആപ്ലിക്കേഷൻ കൊടുക്കേണ്ടത്. www.apssb.nic.in. അപ്പോൾ ലാസ്റ്റ് ഡേറ്റ് ഏപ്രിൽ 10. വീണ്ടും പറയുകയാണ്, ഏപ്രിൽ 10 മുന്നേ ആപ്ലിക്കേഷൻ കൊടുക്കുക. അപ്പോൾ ആദ്യത്തെ പോസ്റ്റ് കോൺസ്റ്റബിൾ ബാൻഡ് മെയിൽസിനാണ്. 10ാം ക്ലാസ് യോഗ്യത, അതിൻ്റെ കൂടെ നോളജ് ഇൻ പ്ലേയിങ് ബാൻഡ് പ്ലേ ചെയ്യുന്ന ഒരു നോളജ് വേണം. പിന്നെ ഫിസിക്കൽ സ്റ്റാൻഡേർഡ് വരുന്നത് 165 സെൻറ്റിമീറ്ററാണ് ഹൈറ്റ് വേണ്ടത്. 79 സെൻറ്റിമീറ്റർ ചെസ്റ്റ് വേണം. എക്സ്പാൻഡ് ചെയ്യുമ്പോൾ 84 സെൻറ്റിമീറ്റർ വേണം. ഇതിലേക്ക് ഫിസിക്കൽ ടെസ്റ്റ് 100 മീറ്റർ റേസ് 16 സെക്കൻഡ്, 1500 മീറ്റർ 8 മിനിറ്റ്, ഹൈ ജമ്പ് 107 സെൻറ്റിമീറ്റർ, ലോങ് ജമ്പ് 11 ഫീറ്റ്. ഇതെല്ലാം നിങ്ങൾ ക്ലിയർ ആവണം. പിന്നെ മെഡിക്കൽ ടെസ്റ്റും വരുന്നുണ്ട്. ലെവൽ 3 പേ സ്കെയിലാണ്. 21,700 തൊട്ട് 69,100 വരെ ശമ്പളം കിട്ടാവുന്ന പോസ്റ്റാണ്. 18 വയസ്സ് മുതൽ 22 വയസ്സ് വരെയാണ് ഏജ് ലിമിറ്റ് പറയുന്നത്. പിന്നെ അടുത്ത പോസ്റ്റ് കോൺസ്റ്റബിൾ ബഗ്ലർ മെയിൽസിന് തന്നെയാണ്. 10ാം ക്ലാസ് യോഗ്യത, പിന്നെ പ്ലെയിങ് ബഗ്ൾ പ്ലെയിങ് ചെയ്യുന്ന ഒരു നോളജ് വേണം. ഹൈറ്റ് വേണ്ടത് 165 സെൻറ്റിമീറ്റർ ആണ്. ഫിസിക്കൽ ടെസ്റ്റ് വരുന്നത് 16 സെക്കൻഡ് കൊണ്ട് 100 മീറ്ററും 8 മിനിറ്റ് കൊണ്ട് 1500 മീറ്റർ ഓടിക്കയറണം. 107 സെൻറ്റിമീറ്റർ ഹൈ ജമ്പും 11 ഫീറ്റ് ലോങ് ജമ്പും കവർ ചെയ്യണം. പിന്നെ ട്രേഡ് ടെസ്റ്റ് വരുന്നുണ്ട്. പ്ലെയിങ് ബഗ്ൾ ഒരു ടെസ്റ്റ് വരുന്നുണ്ട്. ഐ ടെസ്റ്റും കാര്യങ്ങളൊക്കെ നോക്കും മെഡിക്കലിൽ. പിന്നെ ലെവൽ 3 പേ സ്കെയിൽ 21,700 തൊട്ട് 69,100 തന്നെയാണ് സാലറി. 18 വയസ്സ് മുതൽ 22 വയസ്സ് വരെയാണ് ഏജ് ലിമിറ്റ് വരുന്നത്. റിലാക്സേഷൻ കിട്ടുന്നുണ്ടാവില്ല കേട്ടോ. അരുണാചൽ പ്രദേശിലെ ഷെഡ്യൂൾഡ് ട്രൈബുകാർക്കാണ് റിലാക്സേഷൻ കിട്ടുന്നുണ്ടാവുള്ളൂ. നമുക്ക് എല്ലാവർക്കും ഈ പറഞ്ഞ ഏജ് ലിമിറ്റിൻ്റെ ഉള്ളിൽ ജനിച്ചാൽ മാത്രമാണ് ആപ്ലിക്കേഷൻ കൊടുക്കാൻ പറ്റുള്ളൂ, എല്ലാ പോസ്റ്റിലേക്കും. ആ കാര്യം ഓർത്തിരിക്കാം. അടുത്ത പോസ്റ്റ് കോൺസ്റ്റബിൾ റിസർവ്ഡ് ഫോർ മെയിൽ കാൻഡിഡേറ്റ്സ് ആണ്. IRBയിലേക്ക് കോൺസ്റ്റബിൾ 10ാം ക്ലാസ് യോഗ്യത, മറ്റ് യോഗ്യതയൊന്നും വേണ്ട. അതായത് നേരത്തെ ഞാൻ പറഞ്ഞു പ്ലെയിങ് ബാൻഡ്, പ്ലെയിങ് ബഗ്ൾ, നോളജും കാര്യങ്ങളൊക്കെ വേണം. ഇതിലേക്ക് ഈ ഒരു നോളജ് വേണ്ട. നിങ്ങൾക്ക് 10ാം ക്ലാസ് ഉണ്ടെങ്കിൽ, 10ാം ക്ലാസ് സിമ്പിൾ പാസ്സാണെങ്കിൽ പോലും നിങ്ങൾക്ക് കോൺസ്റ്റബിൾ പോസ്റ്റിലേക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാൻ പറ്റും. ഹൈറ്റ് വേണ്ടത് 165 സെൻറ്റിമീറ്റർ ആണ് മിനിമം ഹൈറ്റ് വേണ്ടത്. ചെസ്റ്റ് 79 സെൻറ്റിമീറ്റർ നോർമലും, എക്സ്പാൻഡ് ചെയ്യുമ്പോൾ 84 സെൻറ്റിമീറ്റർ വേണം. ഫിസിക്കൽ ടെസ്റ്റ് വരുന്നുണ്ട്. 100 മീറ്റർ റേസ് 16 സെക്കൻഡ് കൊണ്ടും 1500 മീറ്റർ ഓട്ടം 8 മിനിറ്റ് കൊണ്ടും നിങ്ങൾ ഓടിക്കയറണം. പിന്നെ ഹൈ ജമ്പ് വരുന്നുണ്ട്. 107 സെൻറ്റിമീറ്റർ ചാടണം. ലോങ് ജമ്പ് 11 ഫീറ്റ്. ലെവൽ 3 പേ സ്കെയിലാണ്. 21,700 തൊട്ട് 69,100 വരെ ശമ്പളം കിട്ടാവുന്നൊരു പോസ്റ്റാണ്. 18 വയസ്സ് മുതൽ 22 വയസ്സ് വരെയാണ് ഏജ് ലിമിറ്റ് പറയുന്നത്.
അടുത്ത പോസ്റ്റ് കോൺസ്റ്റബിൾ സിവിൽ പോലീസ് ഫീമെയിൽസിന്, പെൺകുട്ടികൾക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് മാത്രമാണ് ആപ്ലിക്കേഷൻ കൊടുക്കാൻ പറ്റുള്ളൂ. കോൺസ്റ്റബിൾ സിവിൽ പോലീസ് 10ാം ക്ലാസ് മാത്രം മതി, ഇതിലേക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാം. 10ാം ക്ലാസ് മാത്രം മതി. ഹൈറ്റ് വേണ്ടത് 157 സെൻറ്റിമീറ്റർ ആണ്. 100 മീറ്റർ റേസ് 19 സെക്കൻഡ് കൊണ്ടും 800 മീറ്റർ 5 മിനിറ്റ് കൊണ്ടും 9 ഫീറ്റ് ലോങ് ജമ്പും 90 സെൻറ്റിമീറ്റർ ഹൈ ജമ്പും നിങ്ങൾ ചാടിയിരിക്കണം പെൺകുട്ടികൾ. 21,700 തൊട്ട് 69,100 രൂപ വരെ നിങ്ങൾക്ക് മാസം ശമ്പളം കിട്ടാവുന്നൊരു പോസ്റ്റാണ്. 18 വയസ്സ് മുതൽ 22 വയസ്സ് വരെയുള്ള പെൺകുട്ടികൾക്ക് ഇതിലേക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാം. അടുത്തത് കോൺസ്റ്റബിൾ സിവിൽ പോലീസ് മെയിൽസിന്. ഇപ്പോൾ പറഞ്ഞത് ഫീമെയിൽസ് ആണെങ്കിൽ ഇത് മെയിൽസിന്. 10ാം ക്ലാസ് മാത്രം മതി. അപേക്ഷ അയക്കാൻ 165 സെൻറ്റിമീറ്റർ ഹൈറ്റ് വേണം. 100 മീറ്റർ റേസ് 16 സെക്കൻഡ് കൊണ്ടും 1500 മീറ്റർ 8 മിനിറ്റ് കൊണ്ട് ഓടിക്കയറണം. ഹൈ ജമ്പ് 107 സെൻറ്റിമീറ്ററും ലോങ് ജമ്പ് 11 ഫീറ്റ് നിങ്ങൾ ചാടിയിരിക്കണം. 21,700 തൊട്ട് 69,100 വരെ ശമ്പളം കിട്ടും. 18 ടു 22 തന്നെയാണ് ഏജ് ലിമിറ്റ് വരുന്നത്. അടുത്തത് ഫയർമാൻ ആണ്. ശ്രദ്ധിക്കുക, ഫയർമാൻ അത്യാവശ്യം നല്ലൊരു ഏജ് ലിമിറ്റ് വരുന്നുണ്ട്. ഫയർമാനിലേക്ക് 10ാം ക്ലാസ് മാത്രം മതി. 165 സെൻറ്റിമീറ്റർ ഹൈറ്റ് വേണം. 100 മീറ്റർ റേസ് വിത്ത് എ ലോഡ് ഓഫ് 10 kg 10 കിലോഗ്രാം ഭാരം വെച്ച് നിങ്ങൾ 100 മീറ്റർ ഓടിയിരിക്കണം. 1 മിനിറ്റ് ടൈം കിട്ടും കേട്ടോ. 1500 മീറ്റർ ഓട്ടം 8 മിനിറ്റ് 30 സെക്കൻഡ് കൊണ്ട് ഓടിക്കയറണം. പിന്നെ റോപ്പ് ക്ലൈമ്പിംഗ് വരുന്നുണ്ട് 8 ഫീറ്റ്. ഹൈ ജമ്പ് വരുന്നുണ്ട് 107 സെൻറ്റിമീറ്റർ. ലോങ് ജമ്പ് വരുന്നുണ്ട് 11 ഫീറ്റ്. ഇതെല്ലാം നിങ്ങൾ ക്ലിയർ ആവണം. മെഡിക്കൽ ടെസ്റ്റും വരുന്നുണ്ട്. 21,700 തൊട്ട് 69,100 വരെ നിങ്ങൾക്ക് ശമ്പളം കിട്ടാവുന്ന പോസ്റ്റാണ്. ഞാൻ പറഞ്ഞു ഏജ് ലിമിറ്റിന് നല്ലൊരു റിലാക്സേഷൻ തന്നെ കിട്ടുന്നുണ്ട്. 18 വയസ്സ് മുതൽ 32 വയസ്സ് വരെയുള്ളവർക്ക് ആൺകുട്ടികൾക്ക് ഇത് ആപ്ലിക്കേഷൻ കൊടുക്കാൻ പറ്റും. അടുത്ത പോസ്റ്റും സ്പെഷ്യൽ ടൈഗർ ഗാർഡാണ്. ഇതിലേക്കും നല്ലൊരു ഏജ് റിലാക്സേഷൻ വരുന്നുണ്ട്. സ്പെഷ്യൽ ടൈഗർ ഗാർഡ്. ഓക്കെ, ഹൈറ്റ് വേണ്ടത് 163 സെൻറ്റിമീറ്റർ ആണ്. ഈ ഒരു പോസ്റ്റിലേക്കും ഗേൾസിന് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ നേരത്തെ പറഞ്ഞ സിവിൽ പോലീസിലേക്കുള്ള പോസ്റ്റും ഈ ഒരു പോസ്റ്റിലേക്കും സ്പെഷ്യൽ ടൈഗർ ഗാർഡ്, ഓക്കെ, ഇതിലേക്കും പെൺകുട്ടികൾക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാൻ പറ്റും. 150 സെൻറ്റിമീറ്റർ ആണ് പെൺകുട്ടികൾക്ക് ഹൈറ്റ് വേണ്ടത്. 79 സെൻറ്റിമീറ്റർ മെയിൽസിന് ചെസ്റ്റ് വേണം. 84 വരെ എക്സ്പാൻഡ് ചെയ്യാൻ പറ്റണം. ഗേൾസിന് 74, 79 ചെസ്റ്റ് മെഷർമെൻറ്റ് വരുന്നത്. ഇതിലേക്ക് ഫിസിക്കൽ ടെസ്റ്റ് റണ്ണിങ് അല്ല, വാക്കിംഗ് ആയിരിക്കും നടത്തം. 25 കിലോമീറ്റർ 4 മണിക്കൂർ കൊണ്ട് ആൺകുട്ടികളും 14 കിലോമീറ്റർ 4 മണിക്കൂർ കൊണ്ട് പെൺകുട്ടികളും നടന്നു കയറണം. 3.5 ഫീറ്റ് ലോങ് ജമ്പ് ബോയ്സിനും 3 ഫീറ്റ് ഫീമെയിൽസിന് വരുന്നുണ്ട്. 11 ഫീറ്റ് ലോങ് ജമ്പ് ബോയ്സിനും 9 ഫീറ്റ് പെൺകുട്ടികൾക്ക് ലോങ് ജമ്പ് വരുന്നുണ്ട്. ഇതെല്ലാം നിങ്ങൾ ക്ലിയർ ആവണം. 21,700 തൊട്ട് 69,100 വരെ ശമ്പളം കിട്ടാവുന്ന പോസ്റ്റാണ്. ഇതിലേക്കും 18 വയസ്സ് മുതൽ 32 വയസ്സ് വരെ ആപ്ലിക്കേഷൻ കൊടുക്കാൻ പറ്റും. അപ്പോൾ ഫയർമാനിലേക്കും സ്പെഷ്യൽ ടൈഗർ ഗാർഡിലേക്കും 18 ടു 32 വരെ ഏജ് ലിമിറ്റ് വരുന്നുണ്ട്. അപ്പോൾ വാക്കൻസി നോക്കുകയാണെങ്കിൽ ഫയർമാനിലേക്ക് 73ഉം സ്പെഷ്യൽ ടൈഗർ ഗാർഡിലേക്ക് 243 വാക്കൻസി ടോട്ടൽ വന്നിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ വാക്കൻസി വന്ന പോസ്റ്റും സ്പെഷ്യൽ ടൈഗർ ഗാർഡാണെന്ന് ശ്രദ്ധിക്കാം. അപ്പോൾ ഇതിലേക്ക് ആപ്ലിക്കേഷൻ ഫീസ് വരുന്നുണ്ട്. 200 രൂപയാണ് ഫീസ് വരുന്നത്. 200 രൂപ എല്ലാവരും പേയ്മെൻറ്റ് അടയ്ക്കണം. സെലക്ഷൻ പ്രൊസീജിയർ നോക്കുകയാണെങ്കിൽ ഈ സ്പെഷ്യൽ ടൈഗർ ഗാർഡ് പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് മെഡിക്കൽ ടെസ്റ്റ് വരുന്നില്ല. ബാക്കി എല്ലാ പോസ്റ്റിലേക്കും മെഡിക്കൽ ടെസ്റ്റ് വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ സെലക്ഷൻ ക്രൈറ്റീരിയ നോക്കുകയാണെങ്കിൽ എല്ലാ പോസ്റ്റിൻ്റെയും സെലക്ഷൻ ക്രൈറ്റീരിയ ഞാൻ പറയാം. ബാക്കിയുള്ള എല്ലാ പോസ്റ്റിലേക്കും നിങ്ങൾക്ക് എക്സാമും ഫിസിക്കൽ സ്റ്റാൻഡേർഡ്, ഫിസിക്കൽ മെഷർമെൻറ്റ്, ട്രേഡ് ടെസ്റ്റ്, പിന്നെ മെഡിക്കൽ എക്സാം വരുന്നുണ്ട്. മെഡിക്കൽ എക്സാം ഈ പറഞ്ഞ സ്പെഷ്യൽ ടൈഗർ ഗാർഡിലേക്ക് മാത്രം ഉണ്ടായിരിക്കില്ല. അപ്പോൾ എക്സാമിൻ്റെ സിലബസ് നോക്കുകയാണെങ്കിൽ ജനറൽ അവയർനെസ്, ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ് എബിലിറ്റി, അരിത്തമെറ്റിക്കൽ ആൻഡ് ന്യൂമറിക്കൽ എബിലിറ്റി, ടെസ്റ്റ് ഓഫ് ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് കോംപ്രഹെൻഷൻ, അങ്ങനെ ടോട്ടൽ 200 മാർക്കിനുള്ള പരീക്ഷ. 2 മണിക്കൂർ എക്സാമിന് ടൈം കിട്ടുന്നുണ്ട്. ഒബ്ജക്റ്റീവ് ടൈപ്പ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽഡ് സിലബസൊക്കെ അവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഈ ഒരു എക്സാം കഴിഞ്ഞാൽ ഫിസിക്കൽ സ്റ്റാൻഡേർഡും ഫിസിക്കൽ ടെസ്റ്റും ട്രേഡ് ടെസ്റ്റാണ് കണ്ടക്ട് ചെയ്യുന്നത്. അതിനുശേഷം മെഡിക്കൽ എക്സാം. സ്പെഷ്യൽ ടൈഗർ ഗാർഡിലേക്ക് മെഡിക്കൽ എക്സാം വരുന്നില്ല. അപ്പോൾ എക്സാമിൻ്റെ സെൻറ്റർ നമ്മുടെ കേരളത്തിലൊന്നും വരുന്നില്ല. ഈ പറയുന്ന സെൻറ്റർ, അതായത് അരുണാചൽ പ്രദേശിൽ വരുന്ന സെൻറ്ററിൽ പോയിട്ട് നിങ്ങൾ പരീക്ഷ അറ്റൻഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ പഠിക്കുമെന്ന് ഉറപ്പുള്ളവർ എന്ത് ചെയ്യുക, ഇതിലേക്ക് ആപ്ലിക്കേഷൻ കൊടുക്കുക. ലാസ്റ്റ് ഡേറ്റ് ഏപ്രിൽ മാസം 10-ാം തീയതിയാണ്. 10-ാം തീയതിക്ക് മുന്നേ വെബ്സൈറ്റ് ഞാൻ കൊടുക്കാം. ആപ്ലിക്കേഷൻ അയക്കാനുള്ള
വെബ്സൈറ്റ് ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. ആ ഒരു ലിങ്ക് വഴി നിങ്ങൾ താല്പര്യമുള്ള ഒരു ആപ്ലിക്കേഷൻ കൊടുക്കുക. നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് വീഡിയോ അയച്ചു കൊടുക്കാൻ മറക്കണ്ട. അതുപോലെ ഡെയിലി പ്രോപ്പറായിട്ട് അപ്ഡേറ്റ്സുകൾ കിട്ടാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നമുക്ക് എന്തായാലും നെക്സ്റ്റ് ഒരു നോട്ടിഫിക്കേഷനായിട്ട് കാണാം. ബൈ.